പിന്നെ ഇനി ചക്കക്കുരു കിട്ടിയിട്ട് ആരും അത് നന്നാക്കാൻ മടിച്ചിട്ട് കഴിക്കാതിരിക്കണം കേട്ടോ. സിമ്പിളായിട്ട് നന്നാക്കേണ്ട ഒരു രീതിയാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. അപ്പം ഇനി ചക്കക്കുരു നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് സിമ്പിളായിട്ട് നന്നാക്കി എടുക്കാം. അപ്പം ഇനി അതിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചുരണ്ടി അങ്ങനെ നിൽക്കേണ്ട ആവശ്യം വരില്ല. എനിക്കും പൊതുവേ ഇത് മടിയാണ് ഈ ഒരു ചക്കക്കുരു ചുരണ്ടണ പണി. അവിടെ ആയി കിട്ടൂലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മീനൊക്കെ നന്നാക്കി വന്നപ്പോൾ തന്നെ കുറേ ടൈമായി. അപ്പോൾ വേഗം ചക്കക്കുരു വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂത്രം പ്രയോഗിച്ച് നോക്കിയതാണ്. അതിനായിട്ട് നമ്മൾ എന്തെടുക്കണം? നമ്മളൊരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ ആ ഒരു ചക്കക്കുരു കഴുകിയിട്ട് നമ്മൾ ഈ കുക്കറിൽ ഇടണം കേട്ടോ. ഞാൻ അതാ ഇതേപോലെ ഇത് കഴുകി വെച്ച ചക്കക്കുരുയാണ് കേട്ടോ. ഈ ഒരു ചക്കക്കുരു ഇതേപോലെ അത് കഴുകിയിട്ട് അങ്ങനെ ഇട്ടുക. തൊലിയൊന്നും കളയണ്ട കേട്ടോ. തൊലിയൊന്നും കളയണ്ട, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആ ഒരു ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. കണ്ടില്ലേ, ഇത്രയും വെള്ളം മതി കേട്ടോ, കൂടുതലൊന്നും വെള്ളം വേണ്ട. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച ശേഷം ഉപ്പ് ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് ഇടേണ്ടവർക്ക് ഇടാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് തൊലി കളയുമ്പോൾ തന്നെ നമുക്ക് തിന്നാം. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു കുക്കറിൻ്റെ മൂടി അടച്ച ശേഷം ഒരു ഒറ്റ വിസിൽ മാത്രം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. ആ ഒരു ഒറ്റ വിസിൽ അടിച്ച ശേഷം അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് നമ്മളതൊന്ന് തുറക്കുക. അത്രയും പണിയുള്ളൂ കേട്ടോ. ചക്കക്കുരുവിന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളതില്ലേ, പക്ഷെ നമ്മളത് അങ്ങോട്ട് ഉപയോഗിക്കൂല. ക്യാൻസറൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒറ്റ ഒരു സാധനമാണ് ഈ ഒരു ചക്കക്കുരു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആ കുക്കറൊന്ന് തുറന്ന് നോക്കിയാലോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലിരിക്കും നമ്മളെ ചക്കക്കുരു കേട്ടോ. കണ്ടില്ലേ, തൊലിയൊക്കെ ചെറുതായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ആ കൈ ഇട്ടാൽ നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ട് ഈ ഒരു ചൂട് തന്നെ ആ ഒരു ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ കൈയിടാൻ നിൽക്കണ്ട, ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. അപ്പം ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് സാധാ ഒരു പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ചൂട് വേഗം പോകുമല്ലോ. ഇനി അതിന് പറ്റാത്തവർക്ക് അത് തണുക്കാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാൻ എന്തായാലും വേഗം കറി ആവണമല്ലോ. അപ്പം ഞാൻ വേഗം സാധാ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഒന്ന് ആ വെള്ളം കളഞ്ഞ ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് നമ്മൾ ചക്കക്കുരുവിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ, ഇത്രയും ചക്കക്കുരുവാണ് എനിക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ക്ലീനാക്കി എടുത്തത് കേട്ടോ. ഇത്രയും ചക്കക്കുരുവാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ അതിൻ്റെ തൊലി പോരുന്നുണ്ട്. അപ്പോൾ ഒറ്റ കൈ കൊണ്ടൊന്നും ആക്കിയിട്ട് കാര്യമല്ല. അപ്പം നമുക്ക് നമ്മൾ 2 കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, കത്തി വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. എനിക്ക് കത്തി വെച്ച് ചെയ്യണതാണ് കേട്ടോ ഇഷ്ടമായത്. കണ്ടില്ലേ, യാതൊരു വിധ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ആ ഒരു ചക്കക്കുരുവിൻ്റെ തൊലി കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ചക്കക്കുരുവിൻ്റെ പുറം തൊലിയിലുള്ള ആ ബ്രൗൺ കളറില്ലേ അത് പോവാതെയും കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ചുരണ്ടി തൊലി കളയുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ പോകും, കുറച്ചൊക്കെ അതുമ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ എന്താ ആ ഒരു ബ്രൗൺ കളർ പോവാതെ അതുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ പച്ച ചക്കക്കുരു കളയുമ്പോൾ നമ്മുടെ കയ്യിൽ വളഞ്ഞാവും, അതുപോലെ സമയം കുറേ ആവും, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ എന്തായി, സംഭവം സൂപ്പറാട്ടോ. ഇത് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിക്കും കൂടെ ചെയ്താൽ വെറുതെ തിന്നാട്ടോ. നല്ല ഉപ്പിട്ട് പുഴുങ്ങിയ ആ ഒരു ചക്കക്കുരു ആവും. കാരണം നല്ല രസമാണ്. എൻ്റെ മക്കൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെയ്തപ്പോൾ അതങ്ങനെ പൊറുക്കി തിന്നിയെന്നു. സംഭവം നല്ല സൂപ്പറാണ്. ഈ ഒരു ബുദ്ധി കുറേ മുമ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു വെച്ചിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ ചക്ക ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചക്കയ്ക്കും ചക്കക്കുരുവിനൊക്കെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ പുറം രാജ്യക്കാർക്ക് നല്ല കാര്യമാണിത്. ഓൾക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ എത്രയെന്നുള്ളത്. നമ്മുടെ നാട്ടിലെന്താ ചക്കക്കുരു വെറുതെ ചക്കക്കുരും ചക്കയൊക്കെ ചീഞ്ഞ് പോവുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ നോക്കിയാൽ നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ നോക്കിയാൽ അറിയാം, തൊടിയിലൊക്കെ ഉണ്ടാവും പ്ലാവ്. പക്ഷേ അതിൻ്റെ മുരട്ടിൽ ചക്ക ഉണ്ടാവും, ചക്കക്കുരു ഉണ്ടാവും, ഒക്കെ ചീഞ്ഞ് കിളികളും തിന്ന് അങ്ങനെ നാശകോശമായിട്ടാണ് കിടക്കുക. പക്ഷെ നമ്മൾ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കൂല. ഇപ്പോൾ പറഞ്ഞാൽ പുറം രാജ്യക്കാർക്ക് പറഞ്ഞാൽ ചക്ക കിട്ടിയാൽ മതി കേട്ടോ. അത്രയും പൈസ കൊടുത്താണ് ഓല ആ സാധനം മേടിക്കണത്. ഏറ്റവും വലിയ ഫ്രൂട്ട്സാണ് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാട്ടണത്? ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമുക്കതിൻ്റെ ആ ഒരു ഗുണം വേണ്ട. ചക്ക നന്നാക്കാനും മടിയാണ്, ചക്കക്കുരു തൊലിക്കാനും മടിയാണ്. ഇനിയിപ്പോൾ അതൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചക്കക്കുരു ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ചക്കക്കുരു കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാം. ചക്കക്കുരു പായസമായിട്ടും പൊക്കവടയായിട്ടും പിന്നെ അതുപോലെ എന്താ പറയുക ഷെയ്ക്കായിട്ടും പിന്നെ എന്തൊക്കെയാണ് ചക്കക്കുരു മാങ്ങാക്കറി, ചക്കക്കുരു വെള്ളരിക്ക കറി, അങ്ങനെ പലവിധം കറികളും ഒക്കെ ഉണ്ടാക്കാം. ചക്കക്കുരു
പൗഡർ ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിനൊക്കെ ടൈമാവും. ആ ഒരു കാരണത്താലാണ് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യാൻ മടിക്കുന്നത്. പക്ഷെ ഈ ഒരു രീതി ഇനി പ്രയോഗിച്ച് നോക്കുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചക്കക്കുരു അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് കത്തി കൊണ്ട് ക്ലീൻ ചെയ്യണതാട്ടോ. ഇത് കൈ കൊണ്ട് ക്ലീൻ ചെയ്യണേലേറെ സൂപ്പറാട്ടോ. അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടുന്നുണ്ട്. വലിയ റിസ്ക് ഒന്നുമില്ല. അങ്ങനെ ചക്കക്കുരു തൊലിക്കാനുള്ള ആ ഒരു വലിയ പരിപാടി ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യൂ. കാരണം എന്തിനാ വെറുതെ ചുരണ്ടി സമയം കളയണത്. ഇത്രയും നല്ലൊരു ടിപ്പ് ഉണ്ടായിട്ട് നമ്മളത് പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു നന്നു. അപ്പോൾ ഇനി മുതൽ എല്ലാവരും ഇങ്ങനെ ചെയ്യാം. സംഭവം സൂപ്പറല്ലേ. എനിക്ക് കത്തി കൊണ്ട് ചെയ്യണതാട്ടോ ഇഷ്ടമായത്. അതൊന്നും കൂടെ നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിൽ നഖമൊന്നും ഇല്ലാത്തത് കൊണ്ട് തൊലി അങ്ങോട്ട് പൊളിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടാവും കൈ കൊണ്ട് ചെയ്തിട്ട് ശരിയാവാഞ്ഞത്. കത്തി കൊണ്ടാകുമ്പോൾ നല്ല റെഡിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലി ഒളിക്കണ പോലെ ആ ഒരു പരുവത്തിലൂടെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് തൊലി ഒന്നിട്ട് അടർത്തിയാൽ മതി. വേഗം പോരും. കരകരാറിന് ചുരണ്ടേണ്ട ആവശ്യമൊന്നുമില്ല. മക്കൾക്കൊക്കെ ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുക. ഉപ്പിട്ടൊക്കെ പുഴുങ്ങി കൊടുത്താൽ മതി. ഓല് തിന്നോളും. ഓൾക്ക് ഇഷ്ടമാവും. ചക്കക്കുരു ഇഷ്ടമുള്ള കുട്ടികളും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷേ ഓരൊക്കെ ഇതൊക്കെ കഴിപ്പിക്കണം. ഇത്രയും ഗുണങ്ങളുള്ള സാധനമല്ലേ. യാതൊരു മായോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പുറത്തത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണേലേറെ നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ചക്കക്കുരു ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചക്കക്കുരുവാണ് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തത്. ഇനി നമുക്ക് അത് വെച്ചൊരു കറി ഉണ്ടാക്കാം. ഞാൻ വേഗം തക്കാളിയും ചക്കക്കുരു ഇട്ടൊരു കറി ഉണ്ടാക്കി. പിന്നെ മത്തിമീൻ പറ്റിച്ചത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മത്തി നന്നാക്കലും അതുപോലെ ചക്കക്കുരുവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാനവിടെ ചോറുണ്ണാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മൾ ചക്കക്കുരു നന്നാക്കാൻ. അപ്പോൾ അടുത്ത നല്ലൊരു ടിപ്സ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്കും ബായ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബും അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലൊക്കെ പറഞ്ഞു.